ആത്മാവിന്റെ ഭാവിയേച്ചു ശുഭപിതാവെന്നു ഞാൻ എല്ലാവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. പാട്ട് നിർത്തി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം അധികം താമസിക്കാതെ ഇത് വേഗം കഴിഞ്ഞിട്ട് നമ്മൾക്ക് പള്ളിയിൽ പോകണം. ഇന്ന് വിഭൂതി ബുധനാഴ്ച ആയതുകൊണ്ട് ഇവിടുത്തെ കത്തീഡ്രൽ പള്ളിയിൽ പോയി ശുശ്രൂഷയിൽ പങ്കുചേരണം. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് വീണ്ടും ഈ വലിയ കാര്യം നടത്താൻ സാധിക്കണം. അധികം മുഖവുരയില്ലാതെ മുന്നോട്ട് പോവുകയാണ്. കറ്റേന ഔറയ സുവിശേഷ വ്യാഖ്യാനം 1264 അന്നത്തെ മാർപ്പാപ്പയായ അർബൻ 4-ാമൻ മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വലിയ ഒരു പ്രചോദനമായിരുന്നു. സഭയ്ക്ക് ഒരു ഔദ്യോഗിക സുവിശേഷ വ്യാഖ്യാനം ഉണ്ടാകണം. ഞാൻ വീണ്ടും പറയാൻ എനിക്ക് തോന്നുന്നത്, സഭയിൽ അങ്ങനെ ഒരു ഔദ്യോഗിക സുവിശേഷ വ്യാഖ്യാനം ഉണ്ടെന്ന് ഒരുപാട് ആളുകൾക്ക് അറിയില്ല. എന്ത് ചെയ്യാം, നമുക്കും അറിയില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തന്നു. എന്ത് പറയാനാ, ഇതിലും വലിയ ഒരു കണ്ടെത്തൽ വേറെ ജീവിതത്തിലില്ല. ഇതിലും വലിയൊരു കണ്ടെത്തൽ വേറെ എന്ത് വേണം? അങ്ങനെ സഭയിൽ ഔദ്യോഗികമായൊരു സുവിശേഷ വ്യാഖ്യാനമുണ്ടെന്ന് കണ്ടെത്തിയ അന്ന് മുതൽ എന്തോ ഒരു വലിയ രഹസ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? കുറേശ്ശെ പഠിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിലും അല്ലാണ്ടത് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ വിശുദ്ധ അക്വിനാസിനെയാണ് കർത്താവ് അതിനുവേണ്ടി ഒരുക്കിയത്. വിശുദ്ധ തോമസ് അക്വിനാസ് സഭയുടെ വേദപാരംഗതന്മാരിൽ അല്ലെങ്കിൽ സഭാപിതാക്കന്മാർക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ആ രഹസ്യങ്ങളെ സഭയുടെ ആർക്കീവ്സിൽ നിന്ന് എടുത്ത് എന്തോരം വായിച്ച് പഠിച്ചാൽ അത് ക്രോഡീകരിക്കാൻ പറ്റണമെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രബോധനങ്ങളെ വിശുദ്ധ തോമസ് അക്വിനാസിലൂടെ പഠിച്ച് അതിൻ്റെ ഓരോ സുവിശേഷത്തിൻ്റെ ഓരോ വാക്കിനും വിവിധ പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നിച്ചിരിക്കുന്നതാണ് കറ്റേന ഔറയ. കറ്റേന ഔറയ, സുവർണക്കണ്ണികൾ. നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം പിതാക്കന്മാരുടെ മാധ്യസ്ഥമെടുത്ത് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ പ്രവചനത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അഗസ്തീനോസിൻ്റെ എല്ലാം
ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടുവെത്തിയിരിക്കുന്ന ഒന്നാണ് വിശുദ്ധ അഗസ്തീനോസ് യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് തുടർച്ചയായ പ്രബോധനം അല്ലെങ്കിൽ വ്യാഖ്യാനം നൽകിയതിൻ്റെ ഒരു പുസ്തകം കണ്ടെത്തിയിട്ടുണ്ട്. അത് മലയാളത്തിൽ ഉണ്ട്, പക്ഷെ അത് മേടിക്കാൻ കിട്ടില്ല. അതൊരു സെമിനാരിയിലുണ്ട്. അവിടെ നിന്ന് അതെടുത്ത് നമ്മളത് കോപ്പി ചെയ്ത് സാധാരണ PDF ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു 3-4 പേജ് കോപ്പി ചെയ്തത് എൻ്റെ കയ്യിലുണ്ട്. അത് ഇംഗ്ലീഷിൽ CCEL.org മുഴുവനും കിട്ടും. ഇംഗ്ലീഷ് മുഴുവനും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇംഗ്ലീഷിൽ മുഴുവനും വേണമെങ്കിൽ അയച്ചു തരാം. മലയാളത്തിലെ കുറച്ച് ഭാഗം നമ്മളത് സ്കാൻ ചെയ്തു. ഓക്കെ, നമുക്ക് അങ്ങനെ ഇവരെല്ലാവരും എത്ര സമയമാണ് ഈ സുവിശേഷത്തെ ധ്യാനിക്കാൻ ചിലവാക്കിയിരിക്കുന്ന ഓർക്കുമ്പോൾ നമ്മളെങ്ങും എത്തിയിട്ടില്ല. എന്നോട് ക്ഷമിക്കണം, ഞാനിങ്ങനെയൊക്കെ പറയണത്. എന്തു പറയാനാ, നമ്മളെങ്ങും എത്തിയിട്ടില്ല. നമ്മളെന്തോ എല്ലാം പറയുന്നുണ്ട്, പക്ഷേ ഈ രഹസ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും കർത്താവ് ഈ രഹസ്യങ്ങളിലേക്ക് പടിപടിയായി നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു പഠന സംവിധാനം തന്നെ കർത്താവ് ഒരുക്കിയതിന് നമുക്ക് നന്ദി പറയാം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഒരുമിച്ച്, കോട്ടയത്ത് നിന്ന് മിനിയും, അമേരിക്കയിൽ നിന്ന് പ്രിൻസിയും, അയർലൻഡിൽ നിന്ന് തോമസ് പോളും, നാട്ടിലുള്ള മറ്റെല്ലാവരും, ലിഡിയ എവിടെ നിന്നാണ്, ഓസ്ട്രേലിയയിൽ നിന്ന്, അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഒരുമിച്ചുള്ളൊരു ക്ലാസ് റൂം. എന്ത് മനോഹരമില്ലേ, ചിന്തിക്കാൻ പറ്റില്ല. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വചനം പഠിക്കാൻ ദാഹിക്കുന്ന ഒരു ക്ലാസ് റൂം. ഓ ദൈവമേ, നന്ദി പറയണം കർത്താവ്. ഇത് തുടർച്ചയായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ അതിനുവേണ്ടി വളരെ കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയും നന്നായി പ്രാർത്ഥിക്കണം. ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ്, കുർബാന കഴിഞ്ഞ് ഇവിടെ നിന്ന് വീണ്ടും ഇതെല്ലാം പാക്ക് ചെയ്ത് അടുത്ത സ്റ്റേഷനിലേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തും. അവിടെ വീണ്ടും ഇത് സെറ്റപ്പ് ചെയ്ത് നാളെ രാവിലെ അവിടെ നിന്ന് ശുശ്രൂഷ വീണ്ടും ചെയ്യും. അങ്ങനെ അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അഗസ്തീനോസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ജെറോം, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം, വിശുദ്ധ റാബാനോസ്, വിശുദ്ധ റെമേജിയോസ്, വിശുദ്ധ സിപ്രിയാൻ, വിശുദ്ധ കാസിയാൻ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ടെർട്ടുല്യൻ, യോർഗൻ, ബീഡ്, ഒറിജിൻ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഒറിജിനിൻ്റെ പ്രബോധനമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ആൻസലേം, വിശുദ്ധ ഹിലാരി, വിശുദ്ധ ജോൺ ഡമാസീൻ, വിശുദ്ധ പീറ്റർ ക്രിസോലോഗോസ്, വിശുദ്ധ പോളികാർപ്പ്, വിശുദ്ധ ഹിപ്പോലിറ്റസ്, വിശുദ്ധ അത്തനാസിയോസ്. ഓ
അത്തനാസ്യോസിൻ്റെ പേരൊക്കെ പറയുമ്പോൾ ഭയങ്കര അഭിഷേകമാണ്. ഹലബല 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 ഹലബല. വിശുദ്ധ അത്തനാസ്യോസ്, വിശുദ്ധ ഇറേനിയോസ്, വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ അപ്രേം, വിശുദ്ധ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ, സിറിൽ ഓഫ് ജെറുസലേം, ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, ക്ലെമന്റ് ഓഫ് റോം. പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ്, ഗ്രിഗറി ദ ഗ്രേറ്റ്, ബേസിൽ ദ ഗ്രേറ്റ്, മക്കാരിയോസ് ദ ഗ്രേറ്റ്, പെക്കോമിയോസ് ദ ഗ്രേറ്റ്, അന്തോണിയോസ് ദ ഗ്രേറ്റ്. പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ തോമസ് അക്വിനാസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോളാറാമൻ മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ, ബെനഡിക്റ്റ് മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ, വിശുദ്ധ കൊച്ചു തെരേസ്യ, വിശുദ്ധ അമ്മ തെരേസ്യ, വിശുദ്ധ കത്രീനയിലെ സിയന്നയിലെ കത്രീനാമ്മ, വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ്, വിശുദ്ധ ഫ്രാൻസിസ് ഡി സേൽസ്, വിശുദ്ധ ബെനവൻചൂർ. ഈ എല്ലാം വേദപാരംഗതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദ ലോർഡ്. ഞങ്ങളവരെ നമ്മൾ കഥ്യനാവറയായുടെ 876 എപ്പിസോഡിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് വിഭൂതി ബുധനാഴ്ചയാണെങ്കിലും നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് കർത്താവിൻ്റെ ഈ രഹസ്യങ്ങളെ പഠിക്കാനുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ്. ഒരു ദിവസം പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഉദ്ദേശിച്ചിട്ടാണ്. ഇന്ന് 2026 ഫെബ്രുവരി 18 മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെപ്പറ്റി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. ശൗലും ഭൃത്യനും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചകഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. ബീപ്പോൾ വെൽക്കം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. ആകയാൽ എൻ്റെ സഹോദരരെ, പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. ഭാഷാപരത്തോടെ സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട. എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്യുവിൻ. 1 കൊരിന്ത്യർ 14:39. വരുവിൻ, നമുക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുകയും പ്രവചനത്തിനായി കാതോർക്കാം. പ്രവചനം വേണമോ? പ്രവചനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് കരമുയർത്തിയേ. പ്രവചനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തിയേ. Yes, James, Lydia, Princey, Minnie, Lali Xavier, Saju Taragan, Blessy Raju, Gina Jose, Gracie Joseph, Anita Alphonse, J. Sebastian. Praise the Lord, Sebastian. Yes, നമുക്ക് തുടങ്ങാം.
കർത്താവേ നന്ദി, കർത്താവേ ഈശോയെ നന്ദി. ഈശോയെ അങ്ങ് തന്നെ സംസാരിക്കണമേ. അങ്ങാണ് അത്യുന്നത പ്രവാചകൻ. മാനുവൽ ആന്റണി കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. ഭാഷാപരത്തിലുള്ള പ്രവചനമാണ് വരുന്നത്. അതിൻ്റെ വ്യാഖ്യാനം വരും. എന്റെ വാത്സല്യഭാചനങ്ങളെ, ഞാനാകുന്നു ആ പാറ, ഞാനാകുന്നു ആ പാറ. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവേൻ. നിന്നെ വെട്ടിയെടുത്ത പാറ ശലബക്കുറ, ഞാൻ പാറയാകുന്നു. എൻ്റെ വിശ്വാസമാണത്. ഞാൻ നൽകുന്ന വിശ്വാസമാണ്. ഞാൻ നൽകുന്ന വിശ്വാസം പാറ പോലെ കരുത്തുള്ളതാകുന്നു. വിശ്വാസമുണ്ടെങ്കിൽ നിനക്കെല്ലാം സാധ്യമാണ്. വിശ്വാസമുണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനം വിശ്വാസമാണ്. വിശ്വാസത്താൽ നിങ്ങൾ ലോകത്തെ കീഴടക്കും. വിശ്വാസത്താൽ നിങ്ങൾ സകലത്തിൻ്റെയും മേൽ വിജയം നേടും. വിശ്വാസത്തിൽ നിങ്ങൾ വളരണം. വിശ്വാസം നിങ്ങളിൽ ഞാനിതാ ജ്വലിപ്പിക്കുന്നു. എൻ്റെ പ്രവചനങ്ങളിലുള്ള വിശ്വാസം, എൻ്റെ വചനത്തിലുള്ള വിശ്വാസം, ഞാൻ നിങ്ങളിൽ സഹവസിക്കുന്നു എന്നതിലുള്ള വിശ്വാസം, എൻ്റെ വരദാനങ്ങളിലുള്ള വിശ്വാസം ഞാനിതാ ജ്വലിപ്പിക്കുന്നു, ജ്വലിപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിധിയാണ് വിശ്വാസം. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിധി നിങ്ങൾ കണ്ടെത്തുവിൻ, അതിനെ ജ്വലിപ്പിക്കുവിൻ, അതിൽ വളരുവിൻ. വിശ്വാസത്തിൽ വളരണമെങ്കിൽ എൻ്റെ സ്വരം കേൾക്കണം, എൻ്റെ അഭിഷേകം വേണം, എൻ്റെ വചനത്തോട് അഭിലാഷമർപ്പിക്കണം. എൻ്റെ വചനം എപ്പോഴും നിങ്ങളുടെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ടാകണം. വിശ്വാസം വളരും, വിശ്വാസം വളരും. വിശ്വാസം വളർന്നാൽ മാത്രമേ ഈ ലോകത്തിൻ്റെ മേൽ വിജയമുള്ളൂ. ഈ ലോകത്തെ മുഴുവനും തകിടം മറിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് വിശ്വാസം. ഇത് ഞാൻ നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പുതിയ പാതകൾ തുറക്കുന്നു. വിശ്വാസത്തിൻ്റെ പുതിയ പാതകൾ ഞാൻ നിങ്ങളിൽ തുറക്കുന്നു. വിശ്വാസത്തിൻ്റെ പുതിയ നീർച്ചാലുകൾ ഞാൻ നിങ്ങളിൽ ഒഴുക്കുന്നു. വിശ്വാസത്തിൻ്റെ പുതിയ രഹസ്യങ്ങൾ ഞാൻ നിങ്ങളിൽ വെളിപ്പെടുത്തുന്നു. വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ. വിശ്വാസം വലിയ രഹസ്യമാണ്. വിശ്വാസത്തിൽ വലിയ അഭിഷേകമാണ്. വിശ്വാസം മൂലം അബ്രാഹാം ധൈര്യപ്പെട്ടു. വിശ്വാസം മൂലം അബ്രാഹാം ശക്തി പ്രാപിച്ചു. മൃതപ്രായനായിട്ടും അവന് കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞത് അവൻ വിശ്വസിച്ചു. അവന് കുഞ്ഞുണ്ടായി. ഇതാണ് വിശ്വാസം. വിശ്വാസത്തിലൂടെയാണ് അതുണ്ടായത്. എന്ന പോലെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വിശ്വാസത്തിൻ്റെ പുത്തൻ അഭിഷേകം നൽകുന്നു. നിങ്ങളെല്ലാവരും അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഞാൻ കൊടുത്ത പോലെ തന്നെയുള്ള വിശ്വാസം നിങ്ങൾക്കും തന്നിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ തളരുന്നു. നിങ്ങൾ തളരാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. വിശ്വാസത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. വിശ്വാസമെന്ന പുണ്യം നിങ്ങൾക്ക് ഞാനിതാ തുറക്കുന്നു. നിങ്ങളെ വളർത്തുക എന്നതാണ് എൻ്റെ ദൗത്യം. നിങ്ങളുടെ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യരായി അവതരിച്ചിരിക്കുന്നത്.
ഞാൻ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നതിലൂടെ മനുഷ്യരെ മുഴുവനും ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ വളർത്തും. സർവ്വക്കുറ ദൈവിക രഹസ്യങ്ങളെ ഞാൻ പഠിപ്പിക്കും. ദൈവിക ശക്തി മനുഷ്യരിലൂടെ ഞാൻ പ്രകടമാക്കും. ദൈവിക ശക്തി, ദൈവിക വചനം, ദൈവിക കൃപാവരങ്ങൾ, ദൈവിക ജ്ഞാനം മനുഷ്യരിലൂടെ ഞാൻ പ്രസരിപ്പിക്കും. അങ്ങനെ ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാനാണെന്ന് ഞാൻ സ്ഥാപിക്കും. മനുഷ്യർ ദൈവങ്ങളാകും. മനുഷ്യർ ദൈവിക ശക്തിയുടെ പ്രവാചകരാകും. മനുഷ്യർ ദൈവിക ശക്തിയുടെ പ്രവാഹമാകും. മനുഷ്യർ ദൈവിക ശക്തിയാൽ ലോകത്തെ പ്രകാശിപ്പിക്കും. ലോകത്തെ പ്രകാശിപ്പിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങൾ തന്നെ ലോകത്തിൻ്റെ പ്രകാശമാണ്. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ പ്രവചന സമയത്തുണ്ടായ രോഗശാന്തികളെ കർത്താവ് കാണിച്ചു തരുന്നു. വയറിങ്ങനെ വീർത്തിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അതങ്ങ് അവിഞ്ഞു പോയി. വയറ് വീർത്തിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. നെഞ്ചിലുള്ള വേദന എടുത്തു മാറ്റുന്നു. ഉറക്കമില്ലാത്ത ഒരാൾക്ക് ഉറക്കം കൊടുക്കുന്നു. ഈ പ്രവചനം കേട്ടതിലൂടെ ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടുന്നു. ഉറക്കമില്ലാതിരുന്ന വ്യക്തിക്ക് ഉറക്കമുണ്ടാകുന്നു. പ്രൈസ് ദ ലോർഡ്. വരുവിൻ, നമുക്കെല്ലാവർക്കും ഈ പ്രവചനത്തെ സ്വീകരിച്ച് നന്ദി പറയാം. ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ ശബ്ദമുയർത്തി പ്രഘോഷിക്കുക, വിശ്വസിക്കുക. കർത്താവ് ഈ ശുശ്രൂഷ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതിൻ്റെ കാരണം ക്ലാസ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും പ്രവചിക്കുക എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറച്ച് പേര് നമ്മളിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവചിക്കുന്നത് വഴി ലോകം മുഴുവനും ഒരു പുതിയതായി മാറും. മാനുവൽ ആൻ്റണി നമ്പർ 1 എന്ന് പറയുന്നത്, മാനുവലിന് സൗഖ്യം കിട്ടിയോ? വയറിൻ്റെ വീർത്ത അവസ്ഥയിൽ നിന്ന് സൗഖ്യം കിട്ടിയെന്നാണോ മാനുവൽ പറയണേ? ഇപ്പോഴത്തെ മാനുവൽ തന്നെ നമ്പർ 1, മാനുവലിന് സൗഖ്യം കിട്ടിയിരിക്കുന്നു. ഈ പ്രവചനത്തിൻ്റെ സ്ഥിരീകരണത്തിലാണ് ഈ സൗഖ്യമെല്ലാം. പ്രൈസ് ദ ലോർഡ്. മാനുവലെ, കർത്താവെ നന്ദി. കർത്താവ് ഈ മകനെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തണേ. നമുക്ക് മാനുവലിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും. നിരവധി രോഗങ്ങളുണ്ട് മാനുവലിന്. ഫുൾ ടൈം ശുശ്രൂഷ ചെയ്യുന്ന മാനുവലിനെയും ജെയിനെയും കുടുംബത്തെയും ദൈവമേ പ്രത്യേകം അനുഗ്രഹിക്കണേ. മാനുവലിൻ്റെ എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുത്തണേ. അതുപോലെ തന്നെ സാജു തരകൻ്റെ കുടുംബം, ലീന ഭാര്യ ആശുപത്രിയിൽ ആണ്, അല്ലെങ്കിൽ എപ്പോഴും രോഗങ്ങളാണ്. ആ കുടുംബത്തെയും കർത്താവെ പെട്ടെന്ന് സൗഖ്യപ്പെടുത്തണേ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഉടനെ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അധികം താമസിയാതെ നിർത്തുകയും വേണം. കാരണം ഇന്ന് വിഭൂതി ബുധനാഴ്ചയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേഗം പോകണം. നമ്മൾ ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല.
അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. യോഹന്നാൻ 1:1-5 വരെയും. സ്നേഹമുള്ളവരെയും, ഈ ഭാഗത്തിനെ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശുദ്ധ ഒറിജിൻ പഠിപ്പിച്ച ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഒറിജിൻ വളരെ വലിയ ഒരു വിശുദ്ധനും പിതാവുമാണ്. വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടില്ല. വിശുദ്ധനായി പ്രഖ്യാപിക്കാഞ്ഞതിൻ്റെ കാരണം അതിപ്പോൾ പറയാനില്ല. ഓക്കെ, ഒറിജിൻ, ആരംഭം എന്ന വാക്കിന് പല സൂചനകളും ഉണ്ട്. എന്തെന്നാൽ ഒരു യാത്രയ്ക്കൊരാരംഭമുണ്ട്, ഒരു ദൈർഘ്യത്തിനൊരാരംഭമുണ്ട്. ദൈർഘ്യം എന്ന് പറഞ്ഞൊരു നീളം. സുഭാഷിതങ്ങളനുസരിച്ച് ശരിയായ വഴിയുടെ തുടക്കം നീതി ചെയ്യലാണ്. ശരിയായ വഴിയുടെ തുടക്കം നീതി ചെയ്യലാണ്. സുഭാഷിതങ്ങളനുസരിച്ച് ശരിയായ വഴിയുടെ തുടക്കം നീതി ചെയ്യലാണ്. അതാണ് അതിൻ്റെ ആരംഭം. ശരിയായ വഴിയുടെ ആരംഭം. ഓരോ സൃഷ്ടിക്കും ഒരു തുടക്കമുണ്ട്. ഓരോ സൃഷ്ടിക്കും ഒരു തുടക്കമുണ്ട്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയ ആ അച്ചപ്പം ഉണ്ടാക്കണമെങ്കിൽ അച്ച് വേണം. എന്നപോലെ എന്ത് കാര്യം ദൈവത്തിന് ചെയ്യണമെങ്കിൽ അതൊരു വചനത്തിലൂടെയാണ് ചെയ്യുക. ആ വചനം വേണം. ആ വചനം ആ സൃഷ്ടിയുടെ ഒരു അച്ചു പോലെയാണ്. അപ്പോൾ ഓരോ സൃഷ്ടിക്കും ഒരു തുടക്കമുണ്ട്. എന്താണ് ആ തുടക്കം? വചനമാണ്. ജോബിൻ്റെ അഭിപ്രായത്തിൽ അവിടുന്ന്, അതായത് ദൈവം തന്നെ ദൈവത്തിൻ്റെ മാർഗങ്ങളുടെ തുടക്കമാണ്. അവിടുന്ന് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വചനം, ആദിയിലുണ്ടായ വചനം. ആ വചനം എല്ലാത്തിൻ്റെയും ആദിയാണ്. എന്തുണ്ടാവണമെങ്കിലും. അതുകൊണ്ടാണ് പ്രവചനം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ലോകത്തിൽ സംഭവിക്കണമെങ്കിൽ അതിനൊരു പ്രവചനം വേണം. അതാണ് ആമോസിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പറയുന്നത്, ദൈവമായ കർത്താവ് അവൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്. അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. ജോബ് 40:19. ഓക്കെ, അവൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്. ഓക്കെ, വേറെ ഇപ്പം എന്താ പറഞ്ഞത്? ആമോസ് 3:7 അതൊന്ന് എഴുതിക്കോ മോളെ. ആമോസ് 3:7 പറയുന്നത്, എഴുതി കഴിഞ്ഞു, ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വചനം ഉണ്ടല്ലോ, തൻ്റെ തലമുറകളിലേക്കുള്ള വരാനിരിക്കുന്ന തലമുറകളെ പ്രബുദ്ധരാക്കുന്നതും പ്രവചനത്തിലൂടെയാണെന്ന്. ആ വചനം ഏതാണ്? ഇന്നലെ മഞ്ഞാന്നോട്ട് ആരോ എഴുതിയല്ലോ, അത് പറഞ്ഞല്ലോ. വരാനിരിക്കുന്ന തലമുറകളെ ഈ രഹസ്യങ്ങൾ പ്രസരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവചനത്തിലൂടെയാണ്. ഓക്കെ, നമുക്ക് തുടരാം. ദൈവം എല്ലാ വസ്തുക്കളുടെയും തുടക്കമാണെന്ന് പറയുന്നതും തെറ്റല്ല. ദൈവം തന്നെ, പ്രഭാഷകൻ 24:33, ഞാൻ ഇനിയും എൻ്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും.
പ്രഭാഷകൻ 24:33. പ്രഭാഷകൻ 24:33. സിറാഖ്. വെരി ഗുഡ്. ഞാൻ ഇനിയും എൻ്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഇങ്ങനെയാണ് പ്രവചനത്തിൻ്റെ ആവശ്യം. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രവചനവും വചനം പോലെ തന്നെയാണ്. എന്ത് കാര്യം സംഭവിക്കണോ അതിനു മുൻപ് ഒരു പ്രവചനം ഉണ്ടാകണം. ഇപ്പം ഇവിടെ അയർലൻഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കർത്താവ് പ്രവചിച്ചതനുസരിച്ചിട്ടാണത്. ഓക്കെ, ദൈവം ഒറിജിൻ ദൈവം എല്ലാ വസ്തുക്കളുടെയും തുടക്കമാണെന്ന് പറയുന്നതും തെറ്റല്ല. ഇനി ശ്രദ്ധിക്കണം, മുൻ അസ്തിത്വമുള്ള വസ്തു ആദിമ യഥാർത്ഥ വസ്തുവായി കരുതപ്പെടുന്നു. മുൻ അസ്തിത്വമുള്ള വസ്തു. അതിനാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: God is the beginning of all things, the pre-existent material. Again, the pre-existent material were supposed to be original, out of which anything is produced. Is considered as the beginning. There is a beginning also in respect of form, as where Christ is the beginning of those who are made according to the image of God. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. രൂപത്തെ സംബന്ധിച്ച് ആരംഭമുണ്ട്. ഇത് തന്നെയാണ് ഇന്ന് കാറ്റഗിസം. ഓക്കെ, രൂപത്തെ സംബന്ധിച്ച് ആരംഭമുണ്ട്. ദൈവത്തിൻ്റെ പ്രതിരൂപമനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുടെ ആരംഭമാണ് ക്രിസ്തു എന്ന് തന്നെ എന്ന പോലെ. കണ്ടോ, there is a beginning also in respect of form, as where Christ is the beginning of those who are made according to the image of God. ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിരൂപമനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുടെ ആരംഭമാണ് ക്രിസ്തു. കർത്താവേ, ഈ രഹസ്യങ്ങൾ ഞങ്ങളുടെ ആത്മാവിലേക്ക് പതിപ്പിച്ചുറപ്പിക്കണമേ. ഈ രഹസ്യങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കി തരണമേ. ശരഹല വിശുദ്ധ അഗസ്തീനോസ് പിതാവേ, ഈ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ. ദൈവത്തിൻ്റെ പ്രതിരൂപമനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുടെ ആരംഭമാണ് ക്രിസ്തു എന്നതുപോലെ സിദ്ധാന്തത്തിനും ഒരു ആരംഭമുണ്ട്. എബ്രായരുടെ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് നിങ്ങൾ അധ്യാപകരാകാൻ പോകേണ്ട സമയമാകുമ്പോൾ പ്രവചനങ്ങളുടെ തത്വങ്ങളെപ്പറ്റി ഒരാൾ നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരും. എബ്രായർ 5:12.
എന്തെന്നാൽ സിദ്ധാന്തത്തിൻ്റെ ആരംഭം രണ്ട് തരത്തിലാണ്. ശ്രദ്ധിക്കണം. ഒന്ന് അതിൽ തന്നെ, മറ്റേത് നമ്മോട് ബന്ധപ്പെട്ടത്. എന്തെന്നാൽ സിദ്ധാന്തത്തിൻ്റെ ആരംഭം രണ്ട് തരത്തിലാണ്. രണ്ട് തരത്തിൽ. ഒന്ന് അതിൽ തന്നെ, രണ്ട് ക്രിസ്തു ഒന്ന് അതിൽ തന്നെ, മറ്റേത് നമ്മോട് ബന്ധപ്പെട്ടത്. രണ്ടും നമ്മോട് ബന്ധപ്പെട്ടത്. എന്നിട്ട് പറയാണ്, ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും വചനമാണെന്ന് നാം പറയുമ്പോൾ അവിടുന്ന് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തിൻ്റെയും തുടക്കമാണ്. അവിടുന്ന് മനുഷ്യാവതാരം ചെയ്ത വചനമാകയാൽ വാക്കിന് തന്നെ അനേകം സൂചനകളുണ്ട്. ആരിലൂടെ ആരംഭമുണ്ടായോ ആ വ്യക്തി, അതായത് നിർമ്മാതാവ്. ആരിലൂടെ ആരംഭമുണ്ടായോ, പ്രൈസ് ദ ലോർഡ്. പ്രിൻസി, ഒന്നാമത്തെ വന്നില്ലല്ലോ. ഒന്നാമത്തെ ആദ്യം ഇത്, രണ്ടാമത്തെയാണ് വന്നേക്കുന്നത്. എൻ്റെ വിശ്വാസമാണത്. ഒന്നാമത്തെ ഒന്ന് എഴുതിയേ. എൻ്റെ ഇടയിൽ എഴുതിയാലും മതി. ഒന്നാമത്തെ ഒന്നുകൂടി കോപ്പി ചെയ്യും. ഒന്ന് അതിൽ തന്നെ, മറ്റേത് നമ്മോട് ബന്ധപ്പെട്ടത്. ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും വചനവുമാണെന്ന് നാം പറയുമ്പോൾ അവിടുന്ന് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തിൻ്റെ തുടക്കമാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ജ്ഞാനവും വചനവുമാണെന്ന് നാം പറയുമ്പോൾ അവിടുന്ന് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തിൻ്റെ തുടക്കമാണ്. അതാണ് ആദിയിലുണ്ടായത്, ജ്ഞാനത്തിൻ്റെ തുടക്കം. അവിടുന്ന് മനുഷ്യാവതാരം ചെയ്ത വചനമാകയാൽ, അതാണ് മനുഷ്യാവതാരം ചെയ്ത വചനമാകയാൽ. വലിയ രഹസ്യമാണ് തുറക്കപ്പെടുന്നത്. ക്രിസ്തു ജ്ഞാനത്തും വചനവുമാണ് നാം പറയപ്പെടുന്നു. വാക്കിന് തന്നെ അനേകം സൂചനകളുണ്ട്. ഇപ്പോൾ വന്നു, എൻ്റെ വാത്സല്യ ഭാചനങ്ങളെ, ഞാനാകുന്നു ആ പാറ. അത് വന്നു. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. അതാണ് നമ്പർ 1. വാക്കിന് തന്നെ അനേകം സൂചനകളുണ്ട്. ആരിലൂടെ ആരംഭമുണ്ടായോ ആ വ്യക്തി, അതായത് നിർമ്മാതാവ്. എന്നാൽ ക്രിസ്തു ആരംഭം എന്ന നിലയിൽ സൃഷ്ടാവാണ്. അതിൽ അവിടുന്ന് ജ്ഞാനമാണ്.
അതുകൊണ്ട് വചനം ആരംഭമാണ്, അതായത് ജ്ഞാനമാണ്. രക്ഷകൻ ഇതെല്ലാം ആകയാൽ പെട്ടെന്ന് അതിശയിക്കുന്നു. അപ്പോൾ ജീവൻ വചനത്തിലാണ്. നോടി, വാക്കിന് തന്നെ അനേകം സൂചനകളുണ്ട്. അതായത് ഓരോ വചനത്തിനും അനേകം സൂചനകളുണ്ട്. ആരിലൂടെ ആരംഭമുണ്ടായോ ആ വ്യക്തി, അതായത് നിർമ്മാതാവ്. എന്തെന്നാൽ ക്രിസ്തു ആരംഭം എന്ന നിലയിൽ സൃഷ്ടാവാണ്. ക്രിസ്തു ആരംഭം എന്ന നിലയിൽ സൃഷ്ടാവാണ്. അതിലവിടുന്ന് ജ്ഞാനമാണ്. ജ്ഞാനത്താൽ അങ്ങയെ സൃഷ്ടിച്ചു ഭൂമി. കണ്ടോ, ഭൂമിയിലുള്ള സകലതും ജ്ഞാനത്താലാണ് അവിടുന്ന് സൃഷ്ടിച്ചത്. അതുകൊണ്ട് വചനം ആരംഭമാണ്. രക്ഷകൻ ഇതെല്ലാം ആകയാൽ പെട്ടെന്ന് അതിശയിക്കുന്നു. രക്ഷകൻ ഇതെല്ലാം ആകയാൽ പെട്ടെന്ന് അതിശയിക്കുന്നു. അപ്പോൾ ജീവൻ വചനത്തിലാണ്. അതുകൊണ്ട് വചനം ആരംഭമാണ്, അതായത് ജ്ഞാനമാണ്. പ്രൈസ് ദ ലോർഡ്. ശലഹലബല ഹലബല ഹലബല. ഓ ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ. ഈശോ തന്നെയാകുന്ന ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ. ഈശോയെ ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ. രക്ഷകൻ ഇതെല്ലാം ആകയാൽ പെട്ടെന്ന് അതിശയിക്കുന്നു. അപ്പോൾ ജീവൻ വചനത്തിലാണ്. അതുകൊണ്ട് വചനം ആരംഭമാണ്, അതായത് ജ്ഞാനമാണ്. ശലഹലബല ഹലബല ഹലബല. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു പ്രിൻസി. അപ്പോൾ ജീവൻ വചനത്തിലാണ്, വിശുദ്ധ ഒറിജിൻ. അതുപോലെ വചനം ആരംഭമാണ്, അതായത് ജ്ഞാനമാണ്. അപ്പോൾ ഈ സൂചന അനുസരിച്ച് ആരംഭത്തെ മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് പരിഗണിക്കുക. എല്ലാ വസ്തുക്കളും ജ്ഞാനമനുസരിച്ച്, അതിലുള്ള മാതൃകയനുസരിച്ച് സൃഷ്ടിച്ചു എന്നർത്ഥത്തിൽ, അഥവാ സൃഷ്ടിച്ചു ഒന്നുകൂടി. അപ്പോൾ ജീവൻ വചനത്തിലാണ്, അതുപോലെ വചനം ആരംഭമാണ്, അതായത് ജ്ഞാനമാണ്. അപ്പോൾ ഈ സൂചന അനുസരിച്ച് ആരംഭത്തെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പരിഗണിക്കുക. ആരംഭത്തെ മനസ്സിലാക്കാൻ എല്ലാ വസ്തുക്കളും ജ്ഞാനമനുസരിച്ച്, അതിലുള്ള മാതൃകയനുസരിച്ച് സൃഷ്ടിച്ചു എന്നർത്ഥത്തിൽ. അഥവാ പുത്രൻ്റെ ആരംഭം പിതാവാകയാൽ എല്ലാ സൃഷ്ടികളുടെയും അസ്തിത്വങ്ങളുടെയും ആരംഭം പിതാവാണ്. ആരംഭത്തിൽ വചനമുണ്ടായിരുന്നു. പുത്രൻ വചനം ആരംഭത്തിലുണ്ടായിരുന്നു.
അതായത് പിതാവിലുണ്ടായിരുന്നു എന്ന് പാഠം കൊണ്ട് മനസ്സിലാക്കണം. ആരംഭത്തിൽ ഉണ്ടായിരുന്നു, അതായത് പിതാവിലുണ്ടായിരുന്നു എന്ന് പാഠം കൊണ്ട് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഹലബല കർത്താവ് നന്ദി പറയാം. ഈ കേട്ട കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് അതങ്ങ് നമ്മുടെ ആത്മാവിൽ ലയിക്കാൻ ഈ പ്രവചനത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം. പ്രവചനം വായിക്കാൻ പോവുകയാണ്. നമ്മളത് ഭക്തിപൂർവ്വം കേൾക്കുക. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, ഞാനാകുന്നു ആ പാറ, ഞാനാകുന്നു ആ പാറ. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. അതായിരുന്നു ആദ്യത്തെ. എൻ്റെ വിശ്വാസമാണത്, ഞാൻ നൽകുന്ന വിശ്വാസമാണത്. ഞാൻ നൽകുന്ന വിശ്വാസം പാറ പോലെ കരുത്തുള്ളതാണ്. വിശ്വാസമുണ്ടെങ്കിൽ നിനക്കെല്ലാം സാധ്യമാണ്. വിശ്വാസം ഉണ്ടായാൽ എങ്ങനെ സാധ്യമാണ്? വിശ്വാസമുണ്ടെങ്കിൽ അസാധ്യമായ ഒന്നുമില്ല. ഞാൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനം വിശ്വാസമാണ്. വിശ്വാസത്താൽ നിങ്ങൾ ലോകത്തെ കീഴടക്കും. വിശ്വാസത്താൽ നിങ്ങൾ ലോകത്തിൻ്റെ മേൽ വിജയം നേടും. വിശ്വാസത്തിൽ നിങ്ങൾ വളരണം. നിങ്ങളുടെ വിശ്വാസം ഞാനിതാ ജ്വലിപ്പിക്കുന്നു. എൻ്റെ വചനങ്ങളിലുള്ള വിശ്വാസം, എൻ്റെ പ്രവചനത്തിലുള്ള വിശ്വാസം ഞാൻ നിങ്ങളിൽ എൻ്റെ വചനങ്ങളിലുള്ള വിശ്വാസം, എൻ്റെ വചനത്തിലുള്ള വിശ്വാസം, ഞാൻ നിങ്ങളിൽ സഹവസിക്കുന്നു എന്നതിലുള്ള വിശ്വാസം, എൻ്റെ വരദാനങ്ങളുടെ വിശ്വാസം ഞാനിതാ ജ്വലിപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിധിയാണ് വിശ്വാസം. ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിധി നിങ്ങൾ കാത്തുകൊള്ളുവിൻ. അതിനെ ജ്വലിപ്പിക്കാൻ അതിൽ വളരുവിൻ. അതിനെ ജ്വലിപ്പിക്കുവിൻ, അതിൽ വളരുവിൻ. വിശ്വാസത്തിൽ വളരണമെങ്കിൽ എൻ്റെ സ്വരം കേൾക്കണം, എൻ്റെ അഭിഷേകം വേണം, എൻ്റെ വചനത്തിനോട് അഭിലാഷമർപ്പിക്കണം. എൻ്റെ വചനം എപ്പോഴും നിങ്ങളുടെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ടാകണം. വിശ്വാസം വളരും. വിശ്വാസം വളർന്നാൽ മാത്രമേ ഈ ലോകത്തിൻ്റെ മേൽ വിജയമുള്ളൂ. ഈ ലോകത്തെ മുഴുവനും തകിടം മറിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് വിശ്വാസം. ഈ ലോകത്തെ മുഴുവൻ തകിടം മറിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് വിശ്വാസം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പുതിയ പാതകൾ തുറക്കുന്നു. വിശ്വാസത്തിൻ്റെ പുതിയ പാതകൾ ഞാൻ നിങ്ങളിൽ തുറക്കുന്നു. വിശ്വാസത്തിൻ്റെ പുതിയ നീർച്ചാലുകൾ ഞാൻ നിങ്ങളിൽ ഒഴുക്കുന്നു. വിശ്വാസത്തിൻ്റെ പുതിയ രഹസ്യങ്ങൾ ഞാൻ നിങ്ങളിൽ വെളിപ്പെടുത്തുന്നു. വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ. വിശ്വാസം വലിയ രഹസ്യമാണ്. വിശ്വാസം വലിയ അഭിഷേകമാണ്. വിശ്വാസം മൂലം അബ്രാഹാം ധൈര്യപ്പെട്ടു. വിശ്വാസം മൂലം അബ്രാഹാം ശക്തി പ്രാപിച്ചു. മൃതപ്രായനായിരുന്നിട്ടും അവന് കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞത് അവൻ വിശ്വസിച്ചു. അവന് കുഞ്ഞുണ്ടായി. ഇതാണ് വിശ്വാസം. വിശ്വാസത്തിലൂടെയാണ് അതുണ്ടായത്. എന്ന പോലെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വിശ്വാസത്തിൻ്റെ പുത്തൻ അഭിഷേകം നൽകുന്നു. നിങ്ങളെല്ലാവരും അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഞാൻ കൊടുത്തതുപോലുള്ള വിശ്വാസം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ തളരുന്നു. നിങ്ങൾ തളരാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. വിശ്വാസത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. വിശ്വാസം എന്ന പുണ്യം നിങ്ങളിൽ ഞാനിതാ തുറക്കുന്നു. നിങ്ങളിൽ ഉള്ള വിശ്വാസം വളർത്തുക എന്നതാണ് എൻ്റെ ദൗത്യം. നിങ്ങളുടെ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യനായി അവതരിച്ചത്.
വിശ്വാസമെന്ന പുണ്യം നിങ്ങളിൽ ഞാൻ ഇതാ തുറക്കുന്നു. നിങ്ങളെ വളർത്തുക എന്നതാണ് എൻ്റെ ദൗത്യം. നിങ്ങളെ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യനായി അവതരിച്ചത്. ഞാൻ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നതിലൂടെ മനുഷ്യരെ മുഴുവൻ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും ദൈവ സാന്നിധ്യത്തിലും ഞാൻ വളർത്തും. ദൈവിക രഹസ്യങ്ങൾ ഞാൻ പഠിപ്പിക്കും. ദൈവിക ശക്തി ഞാൻ ആ മനുഷ്യരിലും പ്രകടമാക്കും. ദൈവിക ശക്തി, ദൈവിക വചനം, ദൈവിക കൃപാവരങ്ങൾ, ദൈവിക ജ്ഞാനം ഞാൻ മനുഷ്യരിലൂടെ പ്രസരിപ്പിക്കും. അങ്ങനെ ദൈവം മനുഷ്യനായത് മനുഷ്യരെ ദൈവമാക്കാനാണെന്ന് ഞാൻ സ്ഥാപിക്കും. മനുഷ്യർ ദൈവങ്ങളാകും. മനുഷ്യർ ദൈവിക ശക്തിയുടെ പ്രവാചകരാകും. മനുഷ്യൻ ദൈവിക ശക്തിയുടെ പ്രവാഹമാകും. മനുഷ്യർ ദൈവിക ശക്തിയാൽ ലോകത്തെ പ്രകാശിപ്പിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങൾ തന്നെ ലോകത്തിലെ പ്രകാശമാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് കഴിഞ്ഞു പ്രവചനം. നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവേ, ഈ പ്രവചനങ്ങളും ഖറ്റേനാവറയായിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും ഞങ്ങളുടെ ആത്മാവിൽ വലിയ ഒരു ഉണർവും പ്രവർത്തനം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഈ നൊയമ്പ് കാലത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ശക്തിപ്പെടാം, പ്രവർത്തിക്കാം. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്.